ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് പരാഗ്, സോവറൈൻ ഗോൾഡ് ബോണ്ട് സ്കീം, ലിത്തിയം, ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ, പ്ലേസസ് ന്യൂസ് ആയിട്ട് ബെയ്റൂട്ട്. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരാക്കിനെ കുറിച്ചാണ്. ഈ പരാക്ക് എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഒരു വാർത്തയുണ്ട്. അതായത് ഇന്ത്യയിൽ ഈ ക്ലാസ് 10, 12 ബോർഡ് എക്സാമിനേഷൻസ് ഈ ഗോവ, ത്രിപുര, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ബംഗാൾ സ്റ്റേറ്റുകളിലാണ് കുറച്ചും കൂടി ടഫർ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പരാക്കിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനാലിസിസ് വന്നതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പരാക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. പരാക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളേജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ 2020 വന്നിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അടിസ്ഥാനത്തിൽ 2023 NCERT എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റുഡൻറ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, ഈ കാര്യങ്ങളിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ കീഴിൽ വരുന്ന ഡിഫറെൻറ്റ് സ്കൂൾ ബോർഡുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റുഡൻറ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡിയായിട്ട് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ പരാക്ക് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അനുസരിച്ച് സ്റ്റുഡൻറ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, നോംസ്, ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ബേസിക് എയിമായിട്ട് പറയുന്നത്. ഇനി പരാക്ക് പ്രധാനമായിട്ടും അവരുടെ ഈ ഒരു ഫങ്ഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്യുന്ന 4 ഏരിയാസ് ഉണ്ട്. ഒന്ന് കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് ഇൻ കോമ്പീറ്റൻസി ബേസ്ഡ് അസസ്മെൻ്റ് ആണ്. രണ്ടാമതായിട്ട് ലാർജ് സ്കെയിൽ അച്ചീവ്മെൻറ്റ് സർവേ. മൂന്നാമതായിട്ട് എക്വിവലൻസ് ഓഫ് സ്കൂൾ ബോർഡ്സ് ആണ്. നാലാമത്തത് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് ഫോർ ദി ഫൗണ്ടേഷണൽ, പ്രിപ്പറേഷണൽ, മിഡിൽ ആൻഡ് സെക്കൻഡറി സ്റ്റേജസ് ആണ്. അപ്പോൾ ഇത് 4 ഈ പറയുന്ന പരാക്കിൻ്റെ മേജർ 4 ഫോക്കസ് ഏരിയാസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സോവറൈൻ ഗോൾഡ് ബോണ്ട് സ്കീംസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ SGB സ്കീംസിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഗോൾഡിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി 15% നിന്ന് 6% കുറക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബേസിക്കലി ഇന്ത്യയിൽ ഈ സോവറൈൻ ഗോൾഡ് സ്കീമിൻ്റെ ഭാഗമായിട്ട് സോവറൈൻ ഗോൾഡ് ബോണ്ടുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകളെ നെഗറ്റീവ്ലി ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 16 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സോവറൈൻ ഗോൾഡ് ബോണ്ടുകൾ എന്ന് പറയുന്നത് 2015 ഇന്ത്യൻ ഗവൺമെൻറ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോണ്ട് സ്കീമാണെന്ന് മനസ്സിലാക്കുക. ഇത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഈ സോവറൈൻ ഗോൾഡ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ മോണിറ്ററി വാല്യൂവിലാണ് അതിൻ്റെ ഡിനോമിനേഷൻ ഉണ്ടാവുക. ഇപ്പോൾ 1000, 10,000, 1,00,000 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സോവറൈൻ ഗോൾഡ് ബോണ്ടുകളുടെ കേസിൽ ഇതിൻ്റെ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് മോണിറ്ററി വാല്യൂ വെച്ചിട്ടല്ല, പകരം ഇൻ ടേംസ് ഓഫ് ഗ്രാംസ് ഓഫ് ഗോൾഡ് ആണ്. അതായത് 1 ഗ്രാമിൻ്റെ ഗോൾഡ് ബോണ്ട്, 2 ഗ്രാമിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്രാമുകളിലാണ് ഈ സോവറൈൻ ഗോൾഡ് ബോണ്ടിൻ്റെ ഡിനോമിനേഷൻ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് ഗവൺമെൻറ് സെക്യൂരിറ്റി ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബേസിക്കലി നമ്മുടെ ആളുകൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡ്, ഫിസിക്കൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിന് പകരം അവർക്കുള്ളൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് ഈ സോവറൈൻ ഗോൾഡ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് ആളുകൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ സോവറൈൻ ഗോൾഡ് ബോണ്ടുകൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ഇത് വിൽക്കാം, ഈ ബോണ്ടുകൾ മറ്റാളുകൾക്ക് വിറ്റിട്ട് അവർക്ക് റിട്ടേൺസ് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഇതിനൊരു മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ട്. ഈ സോവറൈൻ ഗോൾഡ് ബോണ്ടിന് ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ട്. ആ സമയമാകുമ്പോഴേക്കും അത് അവർക്ക് എൻക്യാഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ഇത് ഗവൺമെൻറ്റിന് റിട്ടേൺ ചെയ്തിട്ട് സറണ്ടർ ചെയ്തിട്ട് അവരുടെ പണം തിരിച്ചു കിട്ടും. അപ്പോൾ ബേസിക്കലി ഇത് ഫിസിക്കൽ ഗോൾഡിനുള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് മനസ്സിലാക്കുക. ഇവർ ഈ ഗോൾഡ് ബോണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്തുള്ള ഗോൾഡിൻ്റെ പ്രൈസ് അനുസരിച്ച് അതിൻ്റെ ഇഷ്യൂ പ്രൈസ് ക്യാഷിൽ പേ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ മെച്യൂരിറ്റി സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, ഈ ബോണ്ട് സറണ്ടർ ചെയ്തിട്ട് അവരുടെ പണം തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇനി ഈ പറയുന്ന സോവറൈൻ ഗോൾഡ് ബോണ്ട് ഇന്ത്യയിൽ ആർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോവറൈൻ ഗോൾഡ് ബോണ്ട് പർച്ചേസ് ചെയ്യുന്നതിനുള്ള
അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് പറയുന്നത് ഒന്ന് റെസിഡൻറ്റ് ഇന്ത്യൻ എൻറ്റിറ്റീസ് ആണ്. അതായത് നമ്മൾ ഇൻകം ടാക്സ് ആക്ടിനകത്തൊക്കെ പറയുന്നൊരു വാക്കാണത്. അപ്പോൾ ഇൻഡിവിജ്വൽസ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ട്രസ്റ്റുകൾ, യൂണിവേഴ്സിറ്റീസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ വാങ്ങിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു മിനിമവും മാക്സിമം ലിമിറ്റും എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 ഗ്രാമാണ്. അതായത് ഏറ്റവും കുറഞ്ഞ ബോണ്ട് എന്ന് പറയുന്നത് 1 ഗ്രാമിൻ്റെയാണ്. മാക്സിമം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിൻ്റെയും അതുപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെയും കേസിൽ അത് 4 കിലോഗ്രാമും, ട്രസ്റ്റുകൾ അതിന് സമാനമായിട്ടുള്ള എൻറ്റിറ്റീസിൻ്റെ കേസിൽ അത് 20 കിലോഗ്രാമുമാണ്. ഇനി ഈ പറയുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ ടെന്യൂർ, ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആയിട്ട് പറയുന്നത് 8 വർഷമാണ്. അപ്പോൾ 8 വർഷം കഴിയുമ്പോഴാണ് ആളുകൾക്ക് ഇത് മെച്യൂരിറ്റി പീരീഡ് ആവുന്ന സമയത്ത് ആൾക്കാർക്ക് ഈ ബോണ്ട് സറണ്ടർ ചെയ്തിട്ട് അവരുടെ പണം തിരിച്ചിട്ട് ആ സമയത്തുള്ള ഗോൾഡിൻ്റെ വില അവർക്ക് തിരിച്ചു കിട്ടും. ഇത് കൂടാതെ ഇവർക്ക് 5, 6, 7 വർഷങ്ങളിൽ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ആ സമയത്ത് അവർക്ക് ഈ ഗോൾഡ് ബോണ്ട് സറണ്ടർ ചെയ്തിട്ട് അവരുടെ പണം തിരിച്ചു കിട്ടും. അതിൻ്റെ കൂടെ ഇതൊരു ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഇപ്പോൾ ഇൻട്രസ്റ്റ് ബെയറിംഗ് ബോണ്ടാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നോർമലി ഫിസിക്കൽ ഗോൾഡിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഇതിനെ പറയുന്നത്. ഇനി ഈ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. അപ്പോൾ അവരിത് വിൽക്കുന്നത് ബേസിക്കലി നാഷണലൈസ്ഡ് ബാങ്കുകൾ, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് പ്രൈവറ്റ് ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ഫോറിൻ ബാങ്കുകൾ, ഡെസിഗ്നേറ്റഡ് പോസ്റ്റ് ഓഫീസുകൾ, സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതുപോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഓക്കെ, അവർ നേരിട്ടോ അല്ലെങ്കിൽ ത്രൂ ഏജന്റുമാർ വഴിയൊക്കെയാണ് ഇത് വിൽക്കുന്നത്. ഇനി ഈ പറയുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ മുകളിലുള്ള ഇൻകം ടാക്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സോവറിൻ ഗോൾഡ് ബോണ്ടിലൂടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ടാക്സബിൾ ആണ്. പക്ഷേ ഇതിനകത്തുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റൊക്കെ വന്ന സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ കേസിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇതിന് അപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് മെച്യൂരിറ്റി പീരീഡ് ആവുന്ന സമയത്ത് അത് റിഡീം ചെയ്യുന്ന സമയത്ത് ആ സമയത്തുള്ള ഗോൾഡിൻ്റെ പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻസിന് ടാക്സ് പേയബിൾ അല്ല. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിത്തിയത്തെക്കുറിച്ചാണ്. അപ്പോൾ ലിത്തിയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു വാർത്തയായിരുന്നു. ഈ ജമ്മു ആൻഡ് കാശ്മീരിലെ റൈസി ഡിസ്ട്രിക്റ്റിനകത്ത് ഏകദേശം ഒരു 5 മില്യൺ ടൺസിൻ്റെ അല്ലെങ്കിൽ 5.9 മില്യൺ ടൺസിൻ്റെ ലോകത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലിത്യം റിസർവുകൾ കണ്ടെത്തിയതായിട്ടുള്ളത്. പക്ഷേ ആ ഒരു ലിത്യം റിസർവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഗവൺമെൻറ് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ബേസിക്കലി ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ലിത്യം റിസർവുകൾ അല്ലെങ്കിൽ ഈ ലിത്യം ബ്ലോക്കുകൾ ഗവൺമെൻറ് പ്രൈവറ്റ് പാർട്ടീസിന് അല്ലെങ്കിൽ ഈ പറയുന്ന മൈനിങ്ങിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്യാൻ നോക്കിയിട്ട് അതിന് ആവശ്യത്തിന് ബിഡേഴ്സിനെ കിട്ടാത്ത അല്ലെങ്കിൽ ബയേഴ്സിനെ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും പറയുന്നത് ഈ പറയുന്ന ഇവിടുന്ന് ലിത്യം എക്സ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് ഡിഫിക്കൽറ്റിയൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന ലിത്യത്തിൻ്റെ ഒരു സബ്പാർ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഇതിനൊരു കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ലിത്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലിത്യം അല്ലെങ്കിൽ പോപ്പുലർലി വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഒരു സിൽവറി കളറുള്ള ഒരു മെറ്റലാണ് ലിത്യം എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതൊരു വൈറ്റ് സിൽവർ ആൽക്കലൈ മെറ്റലാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ടിപ്പിക്കൽ കണ്ടീഷൻസിൽ ഏറ്റവും ലീസ്റ്റ് ഡെൻസ് ആയിട്ടുള്ള ഒരു മെറ്റലായിട്ട് കണക്കാക്കുന്നത് ലിത്യമാണ്. അതുകൂടാതെ ലീസ്റ്റ് ഡെൻസ് സോളിഡ് എലമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നതും ലിത്യത്തിനെയാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഈ ലിത്യം അയൺ ബാറ്ററീസ് പോലുള്ള ഇന്ന് നമ്മൾ EV ടെക്നോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ലിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലിത്യം ആസ് സച്ച് അത് ഫ്രീ ആയിട്ട് നേച്ചറിൽ എവിടെയും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഇത് ബേസിക്കലി അയോണിക് കോമ്പൗണ്ടുകളുടെ ഭാഗമായിട്ടാണ് ഈ ലിത്യം കാണാറുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെഗ്മാറ്റിറ്റിക് മിനറൽസ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ലിത്യത്തിൻ്റെ അംശം കണ്ടെത്താറുള്ളത്. അപ്പോൾ ഈ ലിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ബേസിക്കലി എവിടെ നിന്നാണ് ലിത്യം കിട്ടുന്നത് അല്ലെങ്കിൽ എന്ത് സോഴ്സിൽ നിന്നാണ് ലിത്യം കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് ഉണ്ടാവുക. സോ ബേസിക്കലി ഈ ബ്രൈൻ പൂളുകളിലൂടെയൊക്കെ സോളാർ ഇവാപ്പറേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ലിത്യം മൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേർതിരിച്ചെടുക്കാറുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ലോകത്തിലെ ഏറ്റവും അധികം ലിത്യം റിസർവ് ഉള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലി, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ അർജന്റീന, ചൈന പോലുള്ള രാജ്യങ്ങളിലാണ് വലിയ രീതിയിൽ ലിത്യം റിസർവ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഈ ലാറ്റിൻ അമേരിക്കയിൽ വരുന്ന അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ വരുന്ന ചിലി, ബൊളീവിയ, അർജന്റീന എന്നീ 3 രാജ്യങ്ങളുടെ ഒരു അതിർത്തി മേഖലകളോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. ഈ 3 രാജ്യങ്ങളായിട്ട് വ്യാപിച്ച് കിടക്കുന്നത് ആ ഏരിയയിലാണ് ലോകത്തിലെ ഏറ്റവും അധികം, നമ്മൾ കമ്പൈൻഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലാണ് ലോകത്തിലെ ഏറ്റവും അധികം ലിത്യം ഡെപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ അതിനെയാണ്
ലിത്തിയം ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കേസിൽ ഇപ്പോൾ ഈ പറയുന്ന റൈസിയിലുള്ള ഈ 5.9 മില്യൺ ടൺസ് ലിത്തിയം റിസർവ് കണ്ടെത്തുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ടിപ്പിക്കൽ ലിത്തിയം റിസർവ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ഏകദേശം 14,100 ടണ്ണാണ്. പക്ഷേ ഓർത്തിരിക്കുക, ഇത് നമ്മൾ ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു 5.9 മില്യൺ ടൺ ലിത്തിയം റിസർവ് ഉണ്ട്. അത് കൂട്ടാതെയാണ് പറയുന്നത്. ഈ 14,100 ടണ്ണിൻ്റെ ഒരു റിസർവ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് കർണാടകയിലെ മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ്. ഇനി ഇതുകൂടാതെ രാജസ്ഥാന്, ബീഹാർ, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലെ മൈക്ക ബെൽറ്റുകളിൽ ലിത്യം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് റീജിയനിലൊക്കെ ഉള്ള പെഗ്മാറ്റിക് ബെൽറ്റിലും ഈ പറയുന്ന ലിത്യം റിസർവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ അല്ലെങ്കിൽ LCRനെ കുറിച്ചാണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോനകത്ത് ഇപ്പോൾ RBI ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തീരുമാനിച്ചതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ബേസിക്കലി 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന് ശേഷം വന്നിട്ടുള്ള ബേസൽ 3 റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ലിക്വിഡിറ്റി അല്ലെങ്കിൽ LCR എന്ന് പറയുന്നത്. സോ LCR എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡ് ചെയ്യേണ്ട ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ്സിൻ്റെ ഒരു പ്രൊപ്പോർഷനാണ്. ഓക്കെ, അതായത് അവരുടെ ഇത്ര ശതമാനം ഒരു ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുണ്ട്. ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാഷ് ആവാം, സെൻട്രൽ ബാങ്ക് റിസർവ്, അതുപോലെ തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ചില ടൈപ്പ് ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഹൈ ക്വാളിറ്റി ലിക്വിഡിറ്റി അസറ്റ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഈ ബാങ്കിന് വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് ഒക്കെ വളരെ പെട്ടെന്ന് അവരുടെ ഡെപ്പോസിറ്റുകൾ വിഡ്രോ ചെയ്യുന്ന ഒരവസ്ഥ വന്നത്, അതിനെയാണ് നമ്മൾ ബാങ്ക് റൺസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു 30 ദിവസത്തേക്ക് അവർക്ക് ഈ ലിക്വിഡിറ്റി ക്രൈസിസ് പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഒരു 30-day പീരീഡിലുള്ള ഫിനാൻഷ്യൽ സ്ട്രെസ് പിടിച്ചു നിർത്താനുള്ള ലിക്വിഡിറ്റി ബാങ്കുകളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന LCR കൊണ്ടുവരാനുള്ള കാരണം. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ബെയ്റൂത്ത് ആണ്. സോ ബെയ്റൂത്ത് എന്ന് പറയുന്നത് ലെബനാൻ്റെ ക്യാപിറ്റലാണ്. ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ബെയ്റൂട്ടിൽ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം നടന്നതായിട്ടുള്ള വാർത്ത ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബെയ്റൂട്ട് എന്ന് പറയുന്നത് ലെബനാൻ്റെ ക്യാപിറ്റൽ സിറ്റിയും അതുപോലെ തന്നെ ലെബനാനിലെ ലാർജസ്റ്റ് സിറ്റിയും കൂടിയാണ് ബെയ്റൂട്ട് എന്ന് പറയുന്നത്. ഇത് മെഡിറ്ററേനിയൻ കോസ്റ്റിലേക്കായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പെനിൻസുലാർ റീജിയനിലായിട്ട്, ഏകദേശം ലെബനാൻ്റെ മെഡിറ്ററേനിയൻ കോസ്റ്റിനകത്തുള്ള ഏകദേശം ഒത്ത നടുക്കായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പെനിൻസുലാർ റീജിയനിലാണ് ഈ ബെയ്റൂട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിറ്റീസ് ആയിട്ട് കണക്കാക്കുന്ന ഒരു സിറ്റിയാണ് ബെയ്റൂട്ട്. കഴിഞ്ഞൊരു 5000 വർഷമായിട്ട് പോപ്പുലേഷൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബെയ്റൂട്ട് എന്നാണ് പറയുന്നത്. ഇനി ബെയ്റൂട്ടിൻ്റെ ഒരു ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മെഡിറ്ററേനിയൻ കോസ്റ്റിൽ കാണുന്ന ഹോട്ട് സമ്മർ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ് ബെയ്റൂട്ടിലും ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.